ശരീരത്ത് പച്ച കുത്തുന്നവരുണ്ടല്ലോ, ശരീരത്ത് പച്ച കുത്തുന്നവരുണ്ടല്ലോ. ചെറുപ്പക്കാർക്ക് അതൊരു ഹോബിയാണ്. ശരീരത്തിൽ ഇങ്ങനെ പച്ച കുത്തികെട്ട് നടക്കുന്നതൊരു ഹോബിയാ. ഇന്ന് ആ ട്രെൻഡ് പെണ്ണുങ്ങളെയും പിടിപെട്ടിരിക്കുകയാണ്. ഇന്ന് പെണ്ണുങ്ങളുടെ ശരീരത്തും അല്ലാഹുവേ പറയാ പാടില്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഇന്നത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ശരീരത്തിലെ പച്ച കുത്തികെട്ട് നടക്കുമ്പോ നീ അല്ലാഹു ശപിച്ചവളോ, നീ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവളോ, നീ ആ ശാപം ചുമന്നുകൊണ്ട് നടക്കുന്നവളോ. രണ്ട് ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാർ ഉറങ്ങല്ലേ വാപ്പോ, ഉണർന്നിരുന്ന് കേൾക്ക്. എന്തേ നീ നേരെയാകാത്തത്, കിട്ടിയാ തികയാത്തത്, നിന്റെ വീട്ടിൽ സമാധാനമില്ലാത്തത്, കച്ചവടം മുഴുവനും തകർന്ന് തരിപ്പണമാകുന്നത് കാരണം എന്തെന്നറിയുമോ? അല്ലാഹു ശപിച്ച ഒരു പെണ്ണ് നിന്റെ വീട്ടിലുണ്ട്. അല്ലാഹു ശപിച്ച ഒരു പെണ്ണ് നിന്റെ വീട്ടിലുണ്ട്. രണ്ടാമത്തെ പെണ്ണാരാ? സൗന്ദര്യം ഉണ്ടാകുന്നതിന് വേണ്ടി, സൗന്ദര്യവർദ്ധനവിന് വേണ്ടി തന്റെ പിരിയത്തിലെ മുടി പിഴുതു കളയുന്ന ഉമ്മ. എന്റെ പെങ്ങന്മാരുടെ മുഖത്ത് നോക്ക്. ചെറുപ്പക്കാരാ, വീട്ടിൽ ചെന്നിട്ട് 40 തികഞ്ഞ നിന്റെ ഉമ്മയുണ്ടല്ലോ, നിന്റെ ഭാര്യയുണ്ടല്ലോ, നിന്റെ സഹോദരിമാരുണ്ടല്ലോ, അവരുടെ മുഖത്ത് നോക്കടാ ചെറുപ്പക്കാരാ. പടച്ചവനെ, ഇന്ന് പെണ്ണുങ്ങളുണ്ടല്ലോ അതാ പിരിയത്തിലെ ബ്യൂട്ടി പാർലറിൽ കിടന്നു നിന്നിട്ട് തന്റെ അതാ പിരിയത്തിലെ മുടിയങ്ങ് പറിച്ചു കളയുകയാണ് എല്ലാ ഗ്ലാമറിന് വേണ്ടി. പെങ്ങളെ, നീ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവളോ? പറ, അല്ലാഹു ശപിച്ചവള് നിന്റെ വീട്ടിലുണ്ടെങ്കിൽ സമാധാനം കിട്ടുമോ? അവളുടെ സന്തോഷമുണ്ടാകൂ, അവളുടെ റഹ്മത്തിന്റെ മലക്ക് വരുമോ? നിന്റെ ജീവിതത്തിൽ എങ്ങനാ ബർക്കത്തുണ്ടാവുക? അതുകൊണ്ട് എന്റെ പെങ്ങളെ കരഞ്ഞു, ചെയ്തു പോയ പാപം അല്ലാഹുവിന്റെ മുന്നിലേക്ക് പറഞ്ഞ് തൗബ ചെയ്തോ. മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയുവോ? മുടി കറുപ്പിക്കുന്ന പെണ്ണാ. മുടി കറുപ്പിക്കുന്നവരുണ്ടല്ലോ, പ്രായം മറയ്ക്കാൻ കഷ്ടപ്പെടുന്ന പെങ്ങള്. ഭർത്താവിന്റെ മുന്നിലല്ലോ, ഭർത്താവിന്റെ മുന്നിലല്ലോ നരച്ചുപോയ മുടിയുടെ മുകളിലൂടെ കറുത്ത പെയിന്റ് അടിച്ചിട്ട് പ്രായം മറക്കുന്ന ഉപ്പയും ഉമ്മയും കേട്ടോ, നീ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവരാ.